നമസ്കാരം. അപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. ക്രിസ്ത്യൻ സഭയിലെ ആ സഭാ നേതാക്കളും അതേപോലെ തന്നെ സാധാരണപ്പെട്ട ക്രിസ്ത്യാനികളും രണ്ട് തട്ടിലായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. FCRA എന്ന നിയമ ഭേദഗതിക്ക് അതിലെ നിയമ ഭേദഗതി വരുത്തുന്നതിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്ന ഒരുപാട് ക്രിസ്ത്യൻ നാമധാരികളെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാം. എന്നാൽ ഇത് ക്രിസ്ത്യൻ വിഭാഗത്തിന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്ന തരത്തിൽ കടന്ന് രോധിക്കുന്ന മത പുരോഹിതരെ നമുക്ക് കാണാം. അപ്പോഴും അവരെ ചോദ്യം ചെയ്യുന്ന ക്രിസ്ത്യാനികളുടെ എണ്ണം ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ്. ഇവിടെ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ ഇക്കാലം അത്രയും ഇടതുപക്ഷമാണെങ്കിലും ശരി വലതുപക്ഷമാണെങ്കിലും ശരി പ്രീണിപ്പിച്ച് മാത്രമേ അവർക്ക് ശീലമുള്ളൂ. തങ്ങളുടെ വരുതിക്ക് നിൽക്കുന്ന ഭരണാധികാരികളെ മാത്രം കണ്ട് ശീലിച്ചവരാണ് കേരളത്തിലെ ക്രിസ്ത്യൻ മത മേലധ്യക്ഷന്മാർ. പക്ഷേ BJPക്ക് ആ ഒരു ഗതികേടില്ലാത്തതിനാൽ ഒരുപക്ഷെ കേരളത്തിലെ ചില നേതാക്കളൊക്കെ ഇപ്പോഴും അരമനയിൽ പോവുകയും അവരോട് സൗഹൃദം ഭാവിക്കുകയൊക്കെ ചെയ്യുന്നവരുണ്ടാവാം. പക്ഷേ അധികാര സ്ഥാനത്തിരിക്കുന്നവർ, അതായത് കേരളത്തിലെ BJP നേതാക്കൾക്ക് അധികാര സ്ഥാനമൊന്നുമില്ല. അധികാര സ്ഥാനത്തിരിക്കുന്നവർ അങ്ങനെ ഇവരെ പ്രീണിപ്പിക്കുന്ന ഒരു കൂട്ടരല്ല. ഇവർ പറയുന്ന ഇടത്തേക്ക് വരുന്ന ആളുകളുമല്ല. ഇവർ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്തു കൊടുക്കുന്ന ആളുകളുമല്ല. അതിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അവർക്കുണ്ട്. അപ്പോൾ ഭരിക്കുന്നവരെ പ്രീണിപ്പിച്ചും അല്ലെങ്കിൽ പ്രലോഭിപ്പിച്ചും തങ്ങളുടെ ഇംഗിതത്തിന് വശംവദരാക്കാം എന്ന് ധരിച്ച് വശായി വെച്ചിരിക്കുകയാണ് ഇവർ. പാലാ ബിഷപ്പിൻ്റേതായിട്ടുള്ള ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം ഞാൻ കാണുകയുണ്ടായി. ഈ പാലാ ബിഷപ്പിന് വേണ്ടി നിരവധി പോസ്റ്റുകളും നിരവധി വീഡിയോകളും ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. കാരണം അദ്ദേഹമാണ് വളരെ വിവാദമായിട്ടുള്ള നാർക്കോട്ടിക് ജിഹാദ് എന്ന ഒരു പരാമർശം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ ആദ്യമായി കേരളം ചർച്ച ചെയ്തത്. തുടർന്ന് ഇവിടുത്തെ SDP എന്ന സംഘടനയും PFIയും ഒക്കെ പാലാ ബിഷപ്പ് ഹൗസിലേക്ക് മാർച്ച് നടത്തുകയും PC ജോർജും സംഘികളും BJPയും RSSും ഒക്കെ വട്ടം നിൽക്കുകയും തുടർന്ന് അത് കേസും കൂട്ടമൊക്കെ ആയതാണ്. അദ്ദേഹത്തിനെതിരെ 8ഓളം കേസുകൾ പിണറായിയുടെ സർക്കാർ തന്നെ എടുത്തിട്ടുണ്ട്. ആ സമയത്തൊന്നും അദ്ദേഹം ധൈര്യപൂർവ്വം പുറത്തേക്ക് വന്നിട്ട് തങ്ങളെ ആരും പേടിപ്പിക്കേണ്ടെന്നും തങ്ങൾക്ക് കീഴിൽ ലക്ഷക്കണക്കിന് വിശ്വാസികളുണ്ടെന്നും ഒരുപാട് പുരോഹിതർ ഞങ്ങളുടെ സഭയിലുണ്ടെന്നും ഞങ്ങളുടെ സഭ ഇങ്ങനെ പടർന്നു കിടക്കുന്നതാണെന്നും അതുകൊണ്ട് ആരും ഞങ്ങളെ പേടിപ്പിച്ച് മൂലയിലിരുത്താൻ നോക്കണ്ട എന്നൊന്നും പറയുന്നത് നമ്മൾ ആരും കേൾക്കുകയുണ്ടായില്ല. പകരം അദ്ദേഹത്തിന് ശബ്ദമില്ലായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം അരമനയിലെ ഏതെങ്കിലും ഒരു നിലവറയിൽ കയറി ആ സമയത്ത് ഒളിച്ചിരിക്കുകയായിരിക്കും ചെയ്തത്. അവർക്കെതിരെ ഒരക്ഷരം അന്ന് ഒരൊറ്റ മെത്രാനും ഒരു ബിഷപ്പും പറയുന്നത് നമ്മൾ ആരും കേൾക്കുകയുണ്ടായില്ല. എന്നാൽ FCRA വിഷയത്തിൽ ഒരു ഭേദഗതിക്ക് കേന്ദ്രം ശ്രമിച്ചപ്പോൾ എന്നിട്ടും ഇവരെ കേൾക്കാൻ കേന്ദ്രം തയ്യാറായി. അപ്പോൾ അവരോട്, അതായത് ഭരിക്കുന്നവരോട് ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കുന്ന മത മേലധ്യക്ഷന്മാരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഞാൻ വീണ്ടും ചോദിച്ചത്, നിങ്ങൾക്ക് ആരെയും പേടിയില്ല എങ്കിൽ, യേശുവിനെ മാത്രമേ നിങ്ങൾ പേടിക്കുന്നുള്ളൂ എങ്കിൽ എന്തുകൊണ്ടാണ് അന്ന് SDP ഒരു മാർച്ചുമായിട്ട് പാലാ ബിഷപ്പ് ഹൗസിലേക്ക് വന്നപ്പോൾ നെഞ്ചും വിരിച്ച് പുറത്തിറങ്ങി വന്നിട്ട് എന്നെ ആരും പേടിപ്പിക്കേണ്ട എന്ന് പറയാൻ പാലാ ബിഷപ്പിന് തോന്നാഞ്ഞത്? പകരം ആ അരമനയിലെ നിലവറയിൽ കയറി ഒളിച്ചിരിക്കുകയല്ലായിരുന്നു അങ്ങ് ചെയ്തത്. അപ്പോൾ തങ്ങൾക്ക് നന്നായിട്ടറിയാം എവിടെ ചിലവാകും എവിടെ ചിലവാകില്ല എന്ന്. BJP എന്ന പാർട്ടിയാണ്, അവരുടെ പാർട്ടിയിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ MLAമാരുള്ളത്. ആ പാർട്ടിക്ക് ഇന്ന് 3 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന മുഖ്യമന്ത്രിമാർ ക്രിസ്ത്യാനികളാണ്. 5 സംസ്ഥാനം ക്രിസ്ത്യാനികൾക്ക് സ്വാധീനമുള്ള 5 സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത് BJP സഖ്യകക്ഷിയാണ് എന്നതെല്ലാം ഇന്നിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതൊരു യാഥാർത്ഥ്യമായി നിൽക്കെ കേരളത്തിലെ നാമമാത്രമായിട്ടുള്ള ക്രിസ്ത്യാനികളുടെ വോട്ട് നേടാൻ വേണ്ടിയിട്ട് അവരെപ്പോഴും നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ പഞ്ചപുച്ഛം മടക്കി നിൽക്കും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ആ ചിന്താഗതി തന്നെ 4ആയിട്ട് മടക്കി പോക്കറ്റിലിടുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ പ്രശ്നം ഞാൻ തുടക്കത്തിലേ പറഞ്ഞതാണ്. നിങ്ങളെ പ്രീണിപ്പിച്ച് നിങ്ങൾ വരച്ച വരയിൽ നിൽക്കുന്ന രാഷ്ട്രീയക്കാരെ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇടതുപക്ഷമാവട്ടെ വലതുപക്ഷമാവട്ടെ ആ ഗണത്തിൽ പെടുന്നവരല്ല BJPക്കാർ. അതിനാൽ ഇതുപോലുള്ള തട്ടാമുട്ടി ഡയലോഗ് അടിക്കുന്നതിന് മുമ്പ് രാഷ്ട്രീയ പാർട്ടികളുടെ ചരിത്രവും നിങ്ങളോട് അവർ ഇടപെട്ട രീതിയും ഒന്ന് പഠന വിഷയമാക്കുന്നത് നന്നായിരിക്കും. ഈ ധൈര്യം എന്നൊക്കെ പറയുന്ന സംഗതി ചുമ്മാ വന്ന് ഡയലോഗ് അടിച്ചിട്ട് പോകാനുള്ളതല്ല. ആ ധൈര്യം കാണിക്കേണ്ട സന്ദർഭങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നു. PFIയും SDP വലിയ മുദ്രാവാക്യം വിളികളുമായിട്ട് ആയിരക്കണക്കിന് ആളുകളുമായിട്ട് പാലാ ബിഷപ്പ് ഹൗസിൻ്റെ മുന്നിലേക്ക് വന്നപ്പോൾ ഇറങ്ങി നിന്ന് പറയണമായിരുന്നു ഞങ്ങളെ പേടിപ്പിക്കേണ്ടെന്ന്. അതുണ്ടായില്ല. പകരം ആ ഡയലോഗ് നിങ്ങൾ ഇപ്പോൾ അടിക്കാൻ ശ്രമിക്കുന്നത് FCRA ബില്ല് ഭേദഗതി ചെയ്യും എന്ന് പറയുന്ന ഘട്ടത്തിൽ മാത്രമാണ്. ഇവിടെയാണ് നിങ്ങളുടെ ഇരട്ടത്താപ്പ് ക്രിസ്ത്യൻ വിശ്വാസികൾക്ക് പോലും തിരിച്ചറിയാൻ പറ്റുന്നത്. ഓർമ്മയിരിക്കട്ടെ.